നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ആണ്. അപ്പം അതിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് പറയാമെന്നാണ് കരുതുന്നത് കേട്ടോ. ഇതൊരു മെറ്റാഫിസിക്കൽ പോയമാണ്. നമുക്കറിയാം ജോൺ ഡൺ ആണ്. ഇതൊരു മെറ്റാഫിസിക്കൽ പോയാണെന്നറിയാം. പ്രധാനമായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണിത്. അതേപോലെ തന്നെ ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1611. ചിലപ്പോഴെങ്കിലും 1612 കാണാറുണ്ട്. 1611 ഓർ 12 ബിഫോർ ഹിസ് ട്രിപ്പ് ടു കോണ്ടിനെൻ്റൽ യൂറോപ്പ് വിത്ത് സർ റോബർട്ട് ഡ്യൂറി. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതിയിട്ടുള്ള ഒരു പോമാണ്. റിട്ടൺ ഇൻ 1611 ഓർ 1612 ബിഫോർ ഹിസ് ട്രിപ്പ് ടു കോണ്ടിനെൻ്റൽ യൂറോപ്പ് വിത്ത് സർ റോബർട്ട് ഡ്യൂറി. ആൻഡ് ദിസ് പോം വാസ് റിട്ടൺ ഫോർ ഹിസ് വൈഫ് ആനി. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ആനിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവളോടുള്ള ഒരു യാത്രയപ്പായിട്ടാണ് ഈ ഒരു പോം എഴുതുന്നത്. ഓക്കെ, ഒരു ഫെയർവെല്ലായിട്ടാണ് എഴുതുന്നത്. വാലഡിക്ഷൻ, ദ വേർഡ് മീൻസ് എ ഫെയർവെൽ. ചിലപ്പോൾ ചോദിക്കാം വാലഡിക്ഷൻ എന്നുള്ള ആ ഒരു വേർഡ് മീനിങ് എന്താണെന്ന് ചോദിക്കും. അത് ഫെയർവെല്ലാണ്. ദ പോം ഈസ് സ്പീക്കേഴ്സ് ഫെയർവെൽ ടു ഹിസ് വൈഫ്. അപ്പോൾ ആരോടുള്ള ഫെയർവെല്ലാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനോടുള്ള. ആൻഡ് ദ പോം വാസ് പബ്ലിഷ്ഡ് ഇൻ 1633, 2 years ആഫ്റ്റർ പോയറ്റ്സ് ഡെത്ത്. പോയറ്റിൻ്റെ മരണത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആ പബ്ലിഷിംഗ് ഡേറ്റ്, അതേപോലെ എഴുതിയ ഡേറ്റ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കുക. 1611 ഓർ 12, ദെൻ പബ്ലിഷ്ഡ് ഇൻ 1633 ആണ് എന്ന് ആലോചിക്കുക. ഇനി ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ള കളക്ഷൻ, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറില്ല കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു മറ്റേ ഗ്ലാൻസിൽ നമുക്ക് നോക്കി പോകാൻ പറ്റുന്നതാണ്. സോങ്സ് ആൻഡ് സോണറ്റ്സ്. ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ ഒരു കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റ്സ് ആണ്. ഇതിലുള്ള ടോട്ടൽ ലൈൻസ് എന്ന് പറയുന്നത് 36 ആണ്. ടോട്ടൽ ലൈൻസ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിലെ ടോട്ടൽ ലൈൻസ് വരുന്നത് 36 ആണ്. അതായത് 9 സ്റ്റാൻസസ് ആണ് ടോട്ടലി വരുന്നത്. 9 സ്റ്റാൻസസ് വിത്ത് 4 ലൈൻസ് ഈച്ച് ആണ്. 4 ലൈൻസ് വെച്ചിട്ട് 9 സ്റ്റാൻസസ് ആണ് പറയുന്നത്. ഇതിൻ്റെ മീറ്റർ വരുന്ന ആംബിക് ടെട്രാമീറ്റർ ആണ്. മീറ്റർ വരുന്ന ആംബിക് ടെട്രാമീറ്റർ ആണ്. പിന്നെ റൈം സ്കീം വരുന്നത് AB ആണ്. ഓക്കെ, റൈം സ്കീം വരുന്നത് AB ആണ്. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് കൺസീറ്റ്സ് ആണ്. അപ്പോൾ ഇത് മെറ്റാഫിസിക്കൽ പോംസിൻ്റെ ഒരു, അല്ലെങ്കിൽ പോയട്രിയുടെ ഒരു പിന്നെ ഫീച്ചറാണ് എന്ത്, യൂസ് ഓഫ് കൺസീറ്റ്സ്, അതുപോലെ പാരഡോക്സസ് ഒക്കെ. ഇനി മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആർ, ഇനി പ്രധാനപ്പെട്ട കുറച്ച് മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ പറയുന്നുണ്ട്. അത് ജോൺ ഡൺ ഉണ്ട്, ആൻഡ്രൂ മാർവൽ, ജോർജ് ഹെർബർട്ട് എക്സെട്ര. ദെൻ ഇതിൻ്റെ ഓപ്പണിംഗ് ലൈൻസ് ചോദിക്കുകയാണെങ്കിൽ ആസ് വെർച്വസ് മാൻ പാസ് മൈൽഡ്ലി എവേ എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ലൈൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഏതിലെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആസ് വെർച്വസ് മാൻ പാസ് മൈൽഡ്ലി എവേ എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ലൈൻസ്. അപ്പോൾ നമ്മൾ വീണ്ടും പിന്നോട്ട് പോകുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്ത കളക്ഷൻ സോങ്സ് ആൻഡ് സോണറ്റ്സ് ആണ്. ടോട്ടൽ ലൈൻസ് വന്നിട്ട് 36 ആണ്. 9 സ്റ്റാൻസസ് വിത്ത് 4 ലൈൻസ് ഈച്ച് ആണ്. മീറ്റർ വരുമ്പോൾ ആംബിക് ടെട്രാമീറ്റർ ആൻഡ് റൈം സ്കീം AB ആണ്. കൺസീറ്റ്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. അതിലിപ്പോൾ കുറേ ഒരു കോമ്പസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെയധികം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ട്രിപ്പിഡേഷൻ ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ഞാൻ അതൊന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതൊക്കെ കൂടുതൽ ആ പോയിൻറ്റ്സൊക്കെ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ പോയാണെന്ന് പറയാൻ ജോൺ ഡൺ ആണ് അല്ലേ. അപ്പോൾ എഴുതിയിട്ടുള്ള ആ ഒരു കാലഘട്ടം എഴുതുക, ഇതെന്തിനാണ്, ഏത് ടൈമിലാണ് എഴുതിയിട്ടുള്ളത്, അതിൻ്റെ ഒരു കാര്യം എഴുതുക. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, ആനിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് എഴുതിയത്. പബ്ലിഷിംഗ് ഡേറ്റ് വന്നിട്ട് 1633 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ചോദിക്കും വാലഡിക്ഷൻ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ്, അത് ഫെയർവെല്ലാണ് എന്ന് ആലോചിക്കുക. സ്പീക്കറിൻ്റെ വൈഫായിട്ടുള്ള ആനിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇദ്ദേഹം എഴുതിയതാണെന്നും ഓർക്കുക. അപ്പോൾ താങ്ക്